മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ദിലീപ്. ദിലീപ് ഇപ്പോൾ ഒരു കേസിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണെങ്കിൽ ആ കേസിൽ ഏറ്റവും കൂടുതൽ ദിലീപിനെതിരെ സംസാരിച്ചൊരു വ്യക്തിയാണ് സംവിധായകനായ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ബാലചന്ദ്രകുമാർ. അതിജീവിതയ്ക്ക് വേണ്ടി, ഇരയ്ക്ക് വേണ്ടി ഇത്രയും അധികം സംസാരിച്ച മറ്റാരും ആ കേസിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. മറ്റെല്ലാവരെയും ദിലീപ് കാശ് കൊടുത്ത് പറയിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി അഘോരാർത്ഥം പ്രവർത്തിച്ചൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ സംവിധായകൻ എന്ന് പറയാം. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഒരു വിഷമ ഘട്ടത്തിലാണ്. അദ്ദേഹത്തിനെ സഹായിക്കാൻ ആരുമില്ല എന്നറിയുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ ഏറെ വിവാദ കോളിളക്കം സൃഷ്ടിച്ച കേസ് തന്നെയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേര് തന്നെയാണ് ബാലചന്ദ്രകുമാർ എന്ന പേരും. ദിലീപിനെതിരെ ഓരോ തെളിവുകളുമായി മുന്നോട്ട് വരികയും ദിലീപും പ്രതിയായ പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം കൂടുതലും ഊട്ടിയുറപ്പിക്കുകയും തെളിവുകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത സംവിധായകനാണ് ബാലചന്ദ്രകുമാർ. അതിജീവിതയ്ക്ക് വേണ്ടി ഒരു ബന്ധം പോലും ഇല്ലാതെ അതിജീവിതയ്ക്ക് അഘോരാർത്ഥം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന് തന്നെ സംവിധായകനെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ അദ്ദേഹമാണ് രണ്ട് വൃക്കയും തകരാറിലായി ഡയാലിസിസ് തുടരവെ ഹൃദയാഘാതവും വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശുപത്രി ബില്ലടയ്ക്കാൻ പോലും സഹായം തേടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്കെതിരെ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം അനുവദിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ വാർത്ത വരുന്നത്. ഇതോടെ പ്രേക്ഷകരും ഉൾപ്പെടെ ഈ വാർത്തയെക്കുറിച്ച് അന്വേഷിക്കുന്നു. മറ്റൊരു പ്രതിയായ ദിലീപാകട്ടെ സിനിമകളിൽ സജീവാകാൻ ശ്രമം തുടരുകയാണ്. ഇതിനിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക സാക്ഷിയായിരുന്ന കുറേയധികം കാര്യങ്ങൾ തെളിവുകളായി പോലീസിന് നൽകിയ സംവിധായകൻ പി ബാലചന്ദ്രകുമാർ തന്നെയാണ് വിവിധ രോഗങ്ങൾ അലട്ടി ആരോഗ്യം നശിച്ച അവസ്ഥയിൽ ഇപ്പോൾ കഴിയുന്നത്. രണ്ട് വൃക്കകൾക്കും രോഗം ബാധിച്ച അദ്ദേഹം ഹൃദയാഘാതവും വന്നതോടെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. തിരുവല്ല KM ചെറിയൻ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. വൃക്ക മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും അതിന് വൻ പണച്ചിലവ് വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതോടെ ചികിത്സയ്ക്ക് സുഹൃത്തുക്കളുടെ സഹായം തേടുകയാണ് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഷീബ. കുറച്ചുകാലം മുൻപ് കിഡ്നിയിലെ കല്ലിന് ചികിത്സ നടത്തിയതിനു ശേഷമാണ് രണ്ട് വൃക്കകളും തകരാറിലായതെന്ന് വ്യക്തമായിരിക്കുന്നു. ഇതിനു പിന്നാലെ തലച്ചോറിലെ അണുബാധയും വൃക്കരോഗവും ഒക്കെയായി വലിയ പ്രതിസന്ധിയിലായി അദ്ദേഹം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട നടൻ ദിലീപിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ബാലചന്ദ്രകുമാർ നീതിക്ക് വേണ്ടി രോഗകാലത്ത് കോടതിയിൽ ഹാജരാകുകയും സാക്ഷിമൊഴി നൽകുകയും ചെയ്തിരുന്നു. കുറെ കാലമായി വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ് ബാലചന്ദ്രകുമാർ. ഇദ്ദേഹത്തിന്റെ രണ്ട് വൃക്കകളെയും അസുഖം ബാധിച്ചതോടെ നിരന്തരം ഡയാലിസിസ് നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. തുടർച്ചയായുള്ള ഹൃദയാഘാതവും സംഭവിച്ചിരുന്നു. സിനിമയിൽ നിന്നും ബാലചന്ദ്രകുമാറിന് വരുമാനമൊന്നും കാര്യമായി ലഭിച്ചിരുന്നില്ല. പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ചികിത്സ മുന്നോട്ട് പോയത്. രോഗാവസ്ഥയിലും നടി ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായും തുടർച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. വെറുതെ അദ്ദേഹം ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇവർക്കെതിരെ തിരിയാമെന്ന് ചിന്തിച്ചതല്ല. പകരം അദ്ദേഹത്തിന്റെ മതിയായ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ അത് സത്യമാണെന്നുള്ള വിശ്വാസത്തിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് വന്നതാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.